കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം നടത്തി. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കുണ്ടറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആശുപത്രിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം. HMC തീരുമാനപ്രകാരം കഴിഞ്ഞ 1-ാം തീയതി മുതൽ സ്കൂട്ടറിന് 10 രൂപയും ഓട്ടോറിക്ഷയ്ക്ക് 20 രൂപയും കാറിന് 30 രൂപയും എന്ന ക്രമത്തിൽ പാർക്കിംഗ് ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഫീസ് പിൻവലിക്കണം എന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യം. പ്രതിഷേധ സമരം CPIM ഏരിയ സെക്രട്ടറി R. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഭരണാധികാരികൾ നാട്ടിൽ പറയുന്നത് എന്താണ്? ഇപ്പോൾ VD സതീശൻ തന്നെ പറയുന്നത്, നിയമസഭയിൽ പോലും പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന പലതും അറിഞ്ഞില്ലെന്നാണ്. ജനങ്ങൾക്ക് ഏറ്റവും ദ്രോഹകരമായ തീരുമാനങ്ങൾ ഈ കേരളത്തിൽ നിന്ന് നടപ്പിലാക്കുമ്പോൾ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈകഴുകി പോകാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. എന്താ ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീരശൂര പരാക്രമിയായ ചെന്നിക്കുട്ടൻ മുരളീധരന്റെ അഭിപ്രായം എന്താണ് ഇതിനകത്ത്? ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സന്ദർഭത്തിലെങ്ങാനും ഇങ്ങനെ ഈ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥന്മാർ, സൂപ്രണ്ടായാലും ശരി, RMO ആയാലും ശരി, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? പ്രസവ ശുശ്രൂഷയ്ക്ക് വന്ന പതിച്ചി ഇരട്ട പറ്റൂ എന്ന് പറയുന്നത് പോലെ ആശുപത്രിയിൽ രംഗമെല്ലാം വെന്റിലേറ്ററിലായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടാണ് മുരളീധരൻ അടക്കമുള്ള ആളുകൾ ഇന്ന് ഭരണത്തിന് വേണ്ടി കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ വിഴിഞ്ഞം തുറമുഖമടക്കം ദാണ്ട് ഇടനിലക്കാർ കൊടുത്ത് കാശ് വാങ്ങിയിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം അദാനിയുമായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ എഗ്രിമെന്റിൽ വിഴിഞ്ഞം തുറമുഖം മറ്റാർക്കെങ്കിലും അത് കൈമാറണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അറിഞ്ഞു മാത്രമേ ചെയ്യാവൂ എന്ന വ്യവസ്ഥ ഉള്ളപ്പോൾ വിഴിഞ്ഞം തുറമുഖം അപ്പാടെ തന്നെ മറ്റൊരു കപ്പൽ കമ്പനിക്ക്, MSI എന്ന് പറയുന്ന കപ്പൽ കമ്പനിക്ക് വിറ്റ് കാശാക്കിയിരിക്കുന്നു. അപ്പൊ നിയമസഭയിൽ പറയുകയാണ്, VD സതീശൻ പറയുകയാണ്, അറിഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർ, ഈ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥ ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ താൽക്കാലികമായി പാർക്കിംഗ് ഫീസ് പിൻവലിച്ചതായി സൂപ്രണ്ട് അറിയിച്ചു. പൂർണ്ണമായും പിൻവലിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം HMC യോഗത്തിന് ശേഷം അറിയിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ മുൻകാലങ്ങളിലുള്ള ഒരു ചരിത്രം, കാരണം ചേടി ആശുപത്രി എന്ന് പറഞ്ഞ് പട്ടി പ്രസവിച്ച് കിടന്നിരുന്ന ഒരു ആശുപത്രിയായി മാത്രം കിടന്നിരുന്ന ഒരു ഹോസ്പിറ്റല് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സഹാവ് മേഴ്സിക്കുട്ടിയമ്മ MLA മന്ത്രിയായിരുന്ന കാലത്ത് കിഫ്ബി ഫണ്ടിൽ നിന്ന് 75 കോടി രൂപ മുടക്കുകയും വളരെ അതിമനോഹരമായ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു 7 നില കെട്ടിടം പണിഞ്ഞ് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം വന്ന കുണ്ടറ MLA ഈ ആശുപത്രിയിൽ തിരിഞ്ഞു പോലും നോക്കാതെ 5 വർഷം നിന്ന് ഉദ്ഘാടനം നടത്തിയപ്പോൾ അതിൻ്റെ ആളാവാൻ വന്ന് നാട്ടിലേക്ക് കുറേ ഫ്ലെക്സുകളൊക്കെ വെച്ച് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഭരണം മാറി പുതിയൊരു ഭരണ സംവിധാനം വന്നിട്ട് ഏതാണ്ട് 1.5 മാസം പോലും ആകുന്നതിന് മുമ്പേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടോറിക്ഷ ടാക്സി മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികൾ. കാരണം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 4 തവണ മാത്രമാണ് ഇന്ധനത്തിന് വില കൂട്ടിയത്. ഒറ്റയടിക്ക് 10 രൂപ 12 രൂപ ഡീസലിന് വില കൂട്ടിയപ്പോൾ സാധാരണ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾ പട്ടിണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പൊതുവെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓട്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ ഇന്ധന വിലയും സഹിച്ച് ഒരു ദിവസം രാവിലെ വിട്ട് വൈകുന്നേരം വരെ ഓടി അതിൻ്റെ ചിലവും കഴിഞ്ഞ് 500 രൂപ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഓട്ടോ തൊഴിലാളികളുടെ ജീവിതം പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മുടെ ഈ കുണ്ടറ മേഖലയിലുള്ള പഞ്ചായത്തുകളിൽ നിന്നെല്ലാം ആളുകൾ എത്തിച്ചേരുന്ന, അവരുടെ എല്ലാം പാവപ്പെട്ടവരുടെ ആശ്രയമായ കശുവണ്ടി മേഖലയിലുള്ള തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികളുടെയും കുണ്ടറ കടകളിൽ നിൽക്കുന്ന തൊഴിലാളികളും എല്ലാം വന്ന് പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം വന്നാൽ, അസുഖം വന്നാൽ ഓടിയെത്തുന്ന ഈ കാഞ്ഞിരോട് താലൂക്ക് ആശുപത്രിയിൽ വളരെ നെറികെട്ടൊരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 മാസത്തോളമായി ഈ ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് മരുന്ന് പോലും ലഭിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.